നമസ്കാരം. എഴുത്തുകാരി, കോളമിസ്റ്റ്, അഭിമുഖക്കാരി എന്നീ നിലയിലെല്ലാം പ്രശസ്തയായ മാധ്യമപ്രവർത്തകയാണ് സരസ്വതി നാഗരാജൻ. ദി ഹിന്ദു ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന സരസ്വതി നാഗരാജനാണ് ഈ ലക്കം മൈ സ്റ്റോറി എന്ന പങ്ക്തിയിൽ തന്റെ മാധ്യമ പ്രവർത്തന അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ദി ഹിന്ദുവിനു വേണ്ടി സിനിമ, കല, സംഗീത രംഗങ്ങളിലെ മഹാപ്രതിഭകളെ നേരിൽ കണ്ട് അഭിമുഖങ്ങൾ നടത്തിയതിന്റെ അനുഭവങ്ങളാണ് സാംസ്കാരിക മാധ്യമ പ്രവർത്തനത്തിന് മികച്ച സംഭാവനകൾ നൽകിയ സരസ്വതി നാഗരാജൻ പറയുന്നത്. മാധ്യമജാലകത്തിലേക്ക് സ്വാഗതം. ഒരിക്കൽ കമലഹാസനാണ് ഇവിടെ വന്നത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ഫിലിം ഫെസ്റ്റിവൽ. അപ്പം ഞങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ വേണമായിരുന്നു കമലഹാസന്റെ. അപ്പം എന്റേതാ ഫിലിം അക്കാഡമി വിളിച്ചു, എല്ലാം വിളിച്ചു, രക്ഷയില്ല. ഫൈനലി നമ്മൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ തന്നെ വിളിച്ചു പറഞ്ഞു, എങ്ങനെയെങ്കിലും കമലഹാസൻ ഇന്റർവ്യൂ വേണം, ഒന്ന് ഒപ്പിച്ചു തരും. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഹി വിൽ കം ഔട്ട് ഓഫ് കൈരളി നൗ, യു ഗെറ്റ് ഇൻ ദ കാർ. അപ്പം അന്ന് ഗീതിക എന്ന് ഞങ്ങൾക്കൊരു ഫ്രീലാൻസർ ഉണ്ട്. ഗീതിക എന്ന് കമലഹാസനെ ഇന്റർവ്യൂ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത്. ഗീതിക താജിൽ പോയി വെയിറ്റ് ചെയ്യണു, കമലഹാസനെ മണ്ടത്രം കാണിച്ചു. ഈ കോൾ ബാക്ക് ഫ്രം എ നമ്പർ ദാറ്റ് വാസ് നോട്ട് ലിസ്റ്റഡ്. ഗീതികയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, പിന്നെ വിളിച്ചുമില്ല. അപ്പൊ പക്ഷെ ഈ കാറിൽ കയറി ഞങ്ങൾ താജിൽ പോയി, അവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കാൻ പറ്റി. വി ഹാഡ് ഡിന്നർ വിത്ത് കമലഹാസൻ. അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ലൊരു ഇന്റർവ്യൂ കിട്ടും. ഗീതിക ഡിഡ് ആൻ ഇന്റർവ്യൂ ഓൺ വെയിറ്റിംഗ് ഫോർ കമലഹാസൻസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് അത് കമലഹാസന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് കമലഹാസൻ വിളിച്ച് ഈ കുട്ടിയുടെ നമ്പർ വേണം എന്ന് പറഞ്ഞ് ഗീതികയുടെ നമ്പറൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കൾച്ചറൽ ജേർണലിസം അതാണ് എൻ്റെ രസം. പിന്നെ ഫീച്ചേഴ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ബോർ അടിക്കൂല നമുക്ക്. എന്നും ഒരു ബീറ്റ് റിപ്പോർട്ടിംഗ് പോലെ ഒരേ സബ്ജക്റ്റോ അങ്ങനല്ല. എന്നും നമ്മൾ കാലത്തന്നീറ്റ് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ ന്യൂസിൽ തന്നെ അതൊരു എക്സൈറ്റ്മെന്റ് ആണ് ജേർണലിസം ചെയ്യുമ്പോൾ. ഫീച്ചേഴ്സിൽ പ്രത്യേകം പല വോക്സ് ഓഫ് ഡിഫറെന്റ് വോക്സ് ഓഫ് ലൈഫിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, ഇന്ത്യയും ഇന്റർനാഷണലി ഒക്കെ. അവരെ പോയി മീറ്റ് ചെയ്യാം, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരെങ്ങനെയാണ് അവരുടെ ജോലി ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അവരുടെ ജനറോസിറ്റി. പിന്നെ നമ്മൾ യു ഓൾസോ ലേൺ ടു ഡിസ്റ്റിംഗ്വിഷ് ദാറ്റ് നല്ല ആർട്ടിസ്റ്റ് കാണുമ്പോൾ ഒരു നല്ല ഹ്യൂമൻ ബീങ്സ് ആവണമെന്ന് ഒരു റൂളില്ല. അപ്പൊ അതും നമ്മളെ ഡിസ്റ്റിംഗ്വിഷ്. മറ്റേ നമുക്ക് ഭയങ്കര ആരാധനയാണ് ഇവർ ചിലരെയൊക്കെ. അപ്പം ഞങ്ങളുടെ പണ്ട് ജേർണലിസം സ്കൂളിൽ പറഞ്ഞു തന്നത്, നിങ്ങൾ ജേർണലിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഒറ്റ മനുഷ്യന്റെ കയ്യിൽ നിങ്ങൾ ഓട്ടോഗ്രാഫ് ചോദിക്കരുത്, ഒന്ന്. രണ്ടാമത് അവരുമായിട്ട് ഫോട്ടോ എടുക്കരുത്. അപ്പം ഇപ്പം ഞാൻ ചെയ്യണു, കമലഹാസനായിട്ട് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു അന്നൊക്കെ. പക്ഷെ ഭയങ്കര സ്റ്റിക്ക് ഓൺ ചെയ്തു. 5-6 വർഷമായിട്ട് ഞാൻ അതൊക്കെ നിർത്തി വെച്ചു. ഞാനിപ്പം അതൊക്കെ പഴയ സ്കൂൾ, ലെറ്റ്സ് ഗോ ടേക്ക് പിക്ചേഴ്സ് ആൻഡ് ടേക്ക് ഓട്ടോഗ്രാഫ്സ് എന്ന്. പക്ഷെ നല്ല അങ്ങനെ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അംജദ് അലി ഖാനൊക്കെ എന്താണ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്സ് ആണ്. എന്നെ സംബന്ധിച്ചോളം സംസാരിക്കാൻ പറ്റി. അംജദ് അലി ഖാന്റെ മ്യൂസിക് എന്താണ്, അതുപോലെ തന്നെ എൽ സുബ്രഹ്മണ്യം, കവിതാ കൃഷ്ണമൂർത്തി, എന്താണ് സോ ഗ്രൗണ്ടഡ്. അവരുടെ ഫാമിലി ആയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി. കൈരളിക്ക് വേണ്ടിയും ചെയ്തു, ഞാൻ ഹിന്ദുവിന് വേണ്ടിയും ചെയ്തിരുന്നു. സോണൽ മാൻസിംഗിനെ മീറ്റ് ചെയ്തു. ഇവരുടെയൊക്കെ ഡെഡിക്കേഷനാണ് നമ്മൾ. അപ്പൊ അവരുടെ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞു. അതിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ച് റിജുനേറ്റ് ചെയ്ത് വന്നത്. നട്ടിൽ ഒടിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നെവർ അഗൈൻ വിൽ യു ഡാൻസ് അഗൈൻ, നെവർ അഗൈൻ വിൽ യു വാക്ക്. അവരെങ്ങനെ അതിൽ നിന്ന് അവരുടെ വിൽ പവർന്ന് വന്നു. ഇതൊക്കെ നമുക്ക് വലിയ മാർഗദർശികളാണ് ശരിക്കും പറഞ്ഞ. അതുപോലാണ് കലാമണ്ഡലം ഗോപി ആശാനെ കാണാൻ പറ്റി. എത്ര കാലത്തെ ട്രെയിനിങ് കഴിഞ്ഞാണ് ഇദ്ദേഹമൊക്കെ ഇവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വി ഹാവന്റ് ഡൺ ജസ്റ്റിസ് ടു പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഇങ്ങനെയൊക്കെ നമുക്ക് ആവണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ആവാൻ പറ്റില്ല. ഗോപി ആശാനെ പോലത്തെ ആൾക്കാരൊക്കെ കേരളം ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ജീനിയസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. ബിക്കോസ് ദേ റിയലി ഇവരൊക്കെ കേരളത്തിന്റെ കൾച്ചറൽ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. ഞാനപ്പം ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഹീസ് എ സൂപ്പർ സ്റ്റാർ ഓഫ് കഥകളി എന്ന്. എനിക്ക് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് ഞാൻ. അപ്പോൾ ഇന്റർവ്യൂ ആരെങ്കിലും ചോദിച്ചാൽ അവർ നമുക്ക് തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ഇന്റർവ്യൂ എടുത്തേ പറ്റൂ. ഹൂക്കോ ബൈ ക്രൂക്ക് എനിക്ക് ഇന്റർവ്യൂ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഷബനാസ്മി വന്നപ്പോൾ ഒരിക്കൽ ഞങ്ങൾ പോയി ചെന്നിട്ട്, ഷബനാസ്മി വെരി ഹംഗ്രി എന്ന് ഞങ്ങൾ ആര്യനിവാസിൽ പോയി ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് അന്ന് ദോശയെല്ലാം കഴിച്ചിട്ട് വന്നു. അതൊക്കെ നല്ല എന്താണ് ഒരു പ്രഷ്യസ് മെമ്മറീസ് ആണ് അതൊക്കെ. അതുപോലെ തന്നെയാണ് ദയാനിത സിംഗ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ബീന പോളാണ് വിളിച്ച് പറഞ്ഞത്, സരസ്വതി ബീൻ ഇങ്ങനെ ദയാനിതയുണ്ട്,
വേൾഡ് ഫേമസ് ഫോട്ടോഗ്രാഫറാണ് ഇന്ത്യയിൽ നിന്ന്. സ്ത്രീകളുടെ ഫോട്ടോഗ്രാഫേഴ്സ് കുറവാണ്, പക്ഷെ അതിൽ തന്നെ ധ്യാനത്തിന്റെ ഫോട്ടോഗ്രാഫേഴ്സ് വെരി ഡിഫറെന്റ്. അപ്പം ഇവര് താജിൽ മീറ്റ് ചെയ്തു. അപ്പം ഭയങ്കര ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ വന്നിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഭയങ്കര ഈഗോ ആണ്. അപ്പം പറഞ്ഞു, നോ യു ഷുഡ് ടേക്ക് എ പിക്ചർ ലൈക്ക് ദാറ്റ്, ദിസ് ഇസ് ദ വേ ടു ടേക്ക് ഇറ്റ് എന്ന്. അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും പൊട്ട പിക്ചറാണ് എടുത്തു തന്നത്. അപ്പം ആ ഒരു ഈഗോ ക്ലാഷസ് ആണ് നമുക്ക്. എനിക്ക് തോന്നുന്നു ഇഫ് യു ആർ എ ഗുഡ് ജേർണലിസ്റ്റ്, നമുക്ക് ആരെങ്കിലും നല്ലത് പറഞ്ഞു തന്നത് ഉൾക്കൊള്ളാൻ കഴിയണം. യു ഹവ് ടു. ഇപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് യങ് കൊളീഗ്സ് ഉണ്ട്. അവർ ചിലപ്പം എഴുതുന്നതും അവരുടെ കാഴ്ചപ്പാടും ഒക്കെ നല്ല വ്യത്യസ്തമാണ്, പക്ഷെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ബിക്കോസ് ദേ ലുക്ക് അറ്റ് ദ വേൾഡ് ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. അതില്ലെങ്കിൽ ദെൻ ഇറ്റ്സ് നോട്ട് വർത്ത് ബീങ് എ ജേർണലിസ്റ്റ് ആൻഡ് സെയിങ്, ഓ എൻ്റെ കാലത്ത് ഞാൻ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്യായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ ബാഡ് ട്രേറ്റ് ആസ് ഫാർ ആസ് എ മീഡിയ പേഴ്സൺ ഇസ് കൺസേൺ. ബിക്കോസ് ജേർണലിസ്റ്റിൽ അങ്ങനെ കോൺക്രീറ്റ് തൂണുകളൊന്നുമില്ല, ഇങ്ങനെ ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് പറഞ്ഞ്. അതപ്പോൾ അങ്ങനെ ധ്യാനിത സിംഗിനെ കണ്ടു. പിന്നെ വേറെ ഇവിടെ ആനന്ദ് സിംഗ് എന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കൻ ഫിലിം മേക്കർ ഉണ്ടായിരുന്നു നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന് വന്നിട്ട്. അദ്ദേഹം എത്രയോ അവാർഡ് വിന്നിങ്, നമ്മുടെ ഇവിടെ അന്നൊരു ആഫ്രിക്കൻ സെഗ്മെന്റ് ഉണ്ടായിരുന്നു, അവാർഡ് വിന്നിങ് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്, ഒരു ഇന്ത്യൻ. അദ്ദേഹത്തിനെ പോയി മീറ്റ് ചെയ്തു. അതൊക്കെ ഒരിക്കലും നമുക്ക് അവരുടെ സ്ട്രഗിളും അവരെങ്ങനെയാണ് വന്നത്, അവരുടെ കറേജ് ഓഫ് കൺവിക്ഷൻ, അതൊക്കെ റോൾ മോഡൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന്. നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും അവര്. ബിഫോർ ദ വേർഡ് ഇൻഫ്ലുവൻസസ് റിയലി കെയിം ഇൻ ടു ബീയിങ്. അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മുടെ ഇവിടുത്തെ പിക്ചർ മാറാൻ തുടങ്ങി. പണ്ടൊക്കെ ഇപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർസ് മോഹൻലാലിനെ മമ്മൂട്ടി ആണെങ്കിലും ഫോണിൽ വിളിച്ച് അവർ സംസാരിക്കും. PR ഏജന്റ് ഒന്നും ഇല്ലായിരുന്നു. യു ഡിഡ്ന്റ് ഹാവ് ടു ഗോ ത്രൂ എ PR ഓർ ത്രൂ ഒരു മാനേജറോ, അങ്ങനൊന്നും ഇല്ല സംഭവം. അപ്പം മമ്മൂക്കയൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി വിളിച്ച് ഫോണിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാമായിരുന്നു. മമ്മൂക്ക വാസ് വെരി ആക്സസിബിൾ, ലാലേട്ടൻ വാസ് വെരി ആക്സസിബിൾ. അപ്പം മമ്മൂക്കയെ ഞാൻ അങ്ങനെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, പക്ഷെ ഫോണിൽ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ ഞാൻ 2-3 പ്രാവശ്യം നേരിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി വാസ് എക്സ്ട്രീംലി ആക്സസിബിൾ ആൻഡ് വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കൽ ചെന്നൈയിൽ നിന്ന് ഇതുപോലെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് 2 ദിവസത്തിനകം ലാലേട്ടൻ്റെ ഇന്റർവ്യൂ വേണമെന്ന്. അപ്പം ഇവിടെ നമ്മുടെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഷൂട്ട് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ജനകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആണെന്ന് തോന്നുന്നു, എനിക്ക് നേരെ സിനിമ ഓർമ്മയില്ല. അവിടെ പോയി ഞാൻ വിളിച്ച് ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് സമ്മതിച്ച് അദ്ദേഹം അവിടെ പോയി ഇന്റർവ്യൂ ചെയ്തു. ഹി മേഡ് ടൈം ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ നല്ല അതുപോലെയാണ് പാർവതിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് തോന്നുന്നു, പാർവതി തിരുവോത്തിന്റെ. പാർവതി അന്ന് സൂര്യയില് ആങ്കർ ആയിരുന്നു. ഷി വാസ് മേക്കിംഗ് എ ഫസ്റ്റ് മൂവി. പാർവതി ഇന്റർവ്യൂ ചെയ്തു. പിന്നെ മനു എസ് പിള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം ഫേമസ് ഓത്തർ ഹിസ്റ്റോറിയൻ. മനുവിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ വന്നത് മെട്രോപ്ലസിലാണ്. മനു ഇവിടെ അന്ന് എഴുതി, എൻ്റെ കൂടെ കൊളീഗാണ് ആ ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ നമുക്കങ്ങനെ ഒരുപാട് യങ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും പറ്റി. പല യങ്സ്റ്റേഴ്സും ആദ്യം ഇന്റർവ്യൂ വന്നത് നമ്മളാണ് കൊടുത്തത്. അതൊക്കെ നല്ല ഫീലിംഗ് ആണ് നമുക്കത്. നമുക്ക് അവരെ പിൻകാലത്ത് വലിയ ആൾക്കാരാകുമ്പോൾ യു റിയലി ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്, ദാറ്റ് യു ആർ ദെയർ ടു സീ ദം ഗ്രോ ആൻഡ് ബിക്കം ദിസ് പീപ്പിൾ. അപ്പൊ ഞങ്ങൾ പാർവതിയുടെ കരിയറൊക്കെ ഞങ്ങൾ നിരന്തരം ഫോളോ ചെയ്തിട്ടുണ്ട്. പാർവതി ഓരോ സിനിമയിൽ നിന്നും മറ്റൊരു സിനിമയിലോട്ട് പോകുന്നതും ഗ്രോത്ത് ട്രാജക്ടറി, ഇപ്പൊ പാർവതിയുടെ ഉള്ള ആ ഒരു ഇവോൾവ് ആയിട്ടൊരു ആക്ടറും എല്ലാം, അതൊക്കെ ബ്യൂട്ടിഫുൾ ഒരു ജേർണിയുടെ ഭാഗമായിരുന്നു. പാർവതി, പിന്നെ അതുപോലെ Shyam Prasad is somebody's career that I followed closely. Adoor sir again is a very accessible person. ആ സാറിന് പക്ഷെ വീട്ടിൽ ചെല്ലണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സാറിൻ്റെ വീട് അഡ്മയറും ചെയ്യാം, സാറിൻ്റെ സംസാരവും കേൾക്കാം. പിന്നെ ഒരു വളരെ ജനറസ് ആയിട്ട് സമയം തരുന്ന ഒരാളാണ് മധുസാറ്. മധുസാറിൻ്റെ മകൾ എൻ്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. അപ്പം ഞാൻ സാധാരണ ഉമ വഴിയാണ് ചോദിക്കുന്നത് സാറിൻ്റെ അടുത്തുള്ള ഇൻ്റർവ്യൂസ്. അപ്പോൾ ഉമയാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. മധുസാറിനെ പോയി കണ്ടിട്ടുണ്ട്. അപ്പം മധുസാറിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെറ്റിക്ക് വേണ്ടി ഭരത് ഗോപി സാറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടി. മുരളി എപ്പോഴും പറയും അച്ഛൻ ഭയങ്കര ഗൗരവക്കാരനാണ്, പിന്നെ അദ്ദേഹത്തിന് സിനിമയൊക്കെ കണ്ടിട്ട്. അപ്പൊ ഭരത് ഗോപി സാറിനെ ഞങ്ങൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, മുരളി നിന്നോളനെ അവിടെ നിന്ന്. അപ്പൊ മുരളി പറഞ്ഞു, ഒരു കുഴപ്പമില്ല സരസ്വതി പോ, സരസ്വതി വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പോയി ചെന്ന് നിന്നു. അപ്പൊ ബെറ്റി എന്താട്ടോ പറഞ്ഞു, എടോ താൻ തന്റെ തനി ട്രിവാൻഡ്രം മലയാളമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഗോപി സാർ പറഞ്ഞു,
അതെന്ത് കുഴപ്പം അങ്ങനെ ആയാൽ? മലയാളം എന്ന് പറയുന്നത് വളരെ റിച്ച് ആവുന്നത് പലതരം ഡയലക്റ്റ് ഉള്ളത് കൊണ്ടാണ്. ആ പ്രാദേശിക ഭാഷകളാണ് ഒരു ലാംഗ്വേജിനെ റിച്ച് ആക്കുന്നത്. അപ്പം അതുകൊണ്ട് പല ട്രിവാൻഡ്രം ഡയലക്റ്റിന് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു. അതൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്കൊരു ഒരു അവകർഷതാ ബോധമുണ്ട്, ട്രിവാൻഡ്രം സംസാരിച്ച വളരെ മോശമാണെന്നോ. ഇപ്പം എൻ്റെ അമ്മ ഇടപ്പള്ളിയിൽ നിന്നാണെങ്കിലും ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം, എൻ്റെ അച്ഛൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ദ വേ ദാറ്റ് യു പുട്ട് ഡൗൺ സർട്ടൻ ഡയലക്ട്സ് ആൻഡ് യു തിങ്ക് എ സർട്ടൻ അതർ ഡയലക്ട് ഇസ് വെരി നൈസ്. അതൊക്കെ ഭയങ്കര സ്റ്റുപ്പിഡാണ് ശരിക്കും പറഞ്ഞത്. അതൊക്കെ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള തോന്നലാണ്. ഒരു ഡയലക്ട് വളരെ കൂടിയതാണ്, ഒരു ഡയലക്ട് കുറവായിട്ടും എല്ലാം. എവ്രി ലാംഗ്വേജ് ഹാസ് ദിറ്റ്സ് റിച്ച്നെസ് ബിക്കോസ് ദ ഡയലക്ട്സ്. അപ്പം അങ്ങനെ ഗോപി സാറ് പറഞ്ഞു. അതും ഒരു നല്ലൊരു ഇന്റർവ്യൂ. സാറ് സ്മിത പാട്ടിലിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അങ്ങനെ അപ്പോൾ അത് മുരളി എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഗോപി സാർ വാസ് എക്സ്ട്രീംലി പേഷ്യന്റ്. ഇക്കഴിഞ്ഞ 2025 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള കൊടിയിറങ്ങിയപ്പോൾ കേരള മീഡിയ അക്കാദമിക്കും അഭിമാനിക്കാനായി അതിൽ ചിലതുണ്ടായിരുന്നു. IFFK റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളിൽ ഏറ്റവും മികച്ച ശ്രവ്യ മാധ്യമത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം റേഡിയോ കേരളയ്ക്കായിരുന്നു. കേരള മീഡിയ അക്കാദമിയുടെ ഓൺലൈൻ റേഡിയോയാണ് റേഡിയോ കേരള. കേരള മീഡിയ അക്കാദമി 2019 റേഡിയോ കേരള എന്ന ഓൺലൈൻ റേഡിയോ ആരംഭിക്കുന്നത്. 24 മണിക്കൂറും ലോക മലയാളികളുടെ കാതോരം റേഡിയോ കേരളയുടെ പ്രക്ഷേപണം ലഭ്യമാകുന്നുണ്ട്. അക്കാദമിയുടെ കൊച്ചി, തിരുവനന്തപുരം സെന്ററുകളിൽ റേഡിയോ പരിപാടികൾ തയ്യാറാക്കുന്നതിനായി സാങ്കേതിക മികവാർന്ന സ്റ്റുഡിയോകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രമുഖ മാധ്യമപ്രവർത്തകരുമായുള്ള അഭിമുഖങ്ങൾ, പ്രഭാഷണങ്ങൾ, സാഹിത്യ ചലച്ചിത്ര സംബന്ധിയായ പരിപാടികൾ, പൊതുപരിപാടികളുടെ ശബ്ദലേഖനം, വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾ, റേഡിയോ കാർട്ടൂൺ തുടങ്ങി ശ്രോതാക്കളുടെ മനസ്സ് തൊട്ടറിഞ്ഞ പരിപാടികളാണ് റേഡിയോ കേരളയുടെ മുഖമുദ്ര. ഓൺലൈൻ റേഡിയോ ആയതുകൊണ്ട് തന്നെ റേഡിയോ കേരള നിരവധി രാജ്യങ്ങളിൽ അതിൻ്റെ പ്രക്ഷേപണം ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടൻറ് ക്രിയേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യത്യസ്തരായ പല പ്രമുഖരായ വ്യക്തികളുമായി നമ്മൾ ചർച്ച ചെയ്ത് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചതിന് ശേഷമാണ് ഈ ഒരു ഓരോ പരിപാടികളും ഡിസൈൻ ചെയ്യുന്നത്. അതിനകത്ത് വിനോദ പരിപാടികളുണ്ട്, വിജ്ഞാനപരമായ പരിപാടിയുണ്ട്, അതുപോലെ തന്നെ ശാസ്ത്ര പരിപാടികളുണ്ട്, ചലച്ചിത്ര പരിപാടികളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളാണ്. അതുപോലെ തന്നെ ഈ പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള അഭിമുഖം. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോകളിൽ നിരവധി, തിരുവനന്തപുരത്തും കൊച്ചിയിലും നമുക്ക് സ്റ്റുഡിയോ ഉണ്ട്. ഈ 2 സ്ഥലങ്ങളിലായിട്ട് വളരെ പ്രമുഖരായ വ്യക്തികളാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് അഭിമുഖം നൽകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേക പരിപാടികളാണ് ഈ റേഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അതിലെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ആകാശവാണിയുടെ ശബ്ദമായിരുന്ന വാർത്തകൾ വായിക്കുന്ന രാമചന്ദ്രൻ സാറ്, അദ്ദേഹം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് നമുക്കൊരു അഭിമുഖം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖം നമുക്ക് നൽകിയത്. അതൊരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ CS രാധാദേവി, അവർ എത്രയോ കാലത്തെ ഈ ഒരു മാധ്യമരംഗത്ത്, റേഡിയോ മാധ്യമരംഗത്ത് വളരെയധികം പ്രഗത്ഭയായ വ്യക്തിയായിരുന്നു. അവരുടെ ഒരു ശബ്ദം നമുക്ക് ഇന്നും ഞങ്ങൾ അമൂല്യനിധിയായി സൂക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അലിയാർ സാറ്, അതുപോലെ തന്നെ സൂര്യ കൃഷ്ണമൂർത്തി, അങ്ങനെയുള്ള പ്രമുഖരായ പല വ്യക്തികളും നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമുക്ക് അഭിമുഖം നൽകാറുണ്ട്. ഇതൊക്കെ മാധ്യമ വിദ്യാർത്ഥികൾക്കും ഇതൊക്കെ എങ്ങനെയാണ് അഭിമുഖം എടുക്കുന്നത് എന്നൊക്കെ പഠിക്കുന്നതിന് വളരെ ഉപകാരപ്രദമാണ്. ഇക്കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ശ്രവ്യമാധ്യമ വിഭാഗത്തിൽ ഏറ്റവും മികച്ച റേഡിയോ കവറേജിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം റേഡിയോ കേരളയ്ക്കാണ് ലഭിച്ചത്. IFFKയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ നിരവധി പരിപാടികൾ റേഡിയോ കേരള തയ്യാറാക്കി അവതരിപ്പിച്ചു. സിനിമ എന്ന മഴവില്ലിനെ സ്വന്തമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും ജീവിതമാണ് സിനിമയുടെ ചരിത്രം. 30 വർഷം പിന്നിടുന്ന ചലച്ചിത്രമേളയുടെ നാൾവഴികൾ എന്ന റേഡിയോ ചിത്രീകരണം അവാർഡ് നിർണയത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ടു. റേഡിയോ കേരളയുടെ ഡയറക്ടർ PM ലാലും കേരള മീഡിയ അക്കാദമിയിലെ വിദ്യാർത്ഥികളും ചേർന്ന് മന്ത്രി സജി ചെറിയാനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. IFFKയിൽ മാധ്യമങ്ങൾക്കുള്ള അവാർഡിൽ റേഡിയോ കേരളയ്ക്ക് മികച്ച ശ്രവ്യ മാധ്യമത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അക്കാദമിക്കും അത് പേഴ്സണലായിട്ട് എനിക്കും വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്.
നമ്മൾ റേഡിയോ കേരളയ്ക്ക് ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തയക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്സരത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ചില പ്രത്യേക പരിപാടികൾ IFFK റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പരിപാടികൾ നമ്മൾ ചെയ്യുകയും അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു. ആ പരിപാടികളാണ് ഈ അവാർഡ് കമ്മിറ്റിക്ക് മുൻപാകെ അയച്ചത്. അപ്പുവണ്ണൻ കണ്ട ചലച്ചിത്രമേള. വളരെ ഏജിലായിട്ടുള്ള അപ്പുവണ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ലൈവായി IFFK വേദിയിലെത്തുകയും അവിടെ വരുന്ന പല സെലിബ്രിറ്റികളുമായിട്ടും സാധാരണക്കാരായ സ്റ്റുഡൻസുമായിട്ടുമൊക്കെ സംവദിക്കുന്ന ഒരു രസകരമായ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നു. അപ്പോൾ അത് ലൈവായിട്ടാണ് അതിൻ്റെ റെക്കോർഡിങ്. അത് നമ്മുടെ സംവിധായകൻ ബ്ലെസി സാറ്, അതുപോലെ തന്നെ നിർമ്മാതാവ് രഞ്ജിത്ത് ഒക്കെ നമ്മളോട് ഈ അപ്പുവണ്ണനോട് സംസാരിക്കുകയാണ്. വളരെ രസകരമായിട്ടാണ് അവരും ഈ ഒരു പരിപാടിയോട് വളരെയധികം നീതി പുലർത്തി നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെയാണ് പ്രത്യേകമായി ഈ ഒരു അവാർഡിൻ്റെ പരിഗണനയ്ക്കായിട്ട് വന്നത്. പുതിയ കാലത്ത് അവസരങ്ങളേറെയുള്ള റേഡിയോ മാധ്യമ രംഗത്തേക്ക് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സ് അക്കാഡമി നടത്തുന്നുണ്ട്. കേരള മീഡിയ അക്കാഡമിയുടെ കൊച്ചി, തിരുവനന്തപുരം സെന്ററുകളിൽ ഇതിനുള്ള സൗകര്യമുണ്ട്. ആ ഒരു കോഴ്സിലേക്ക് ചേരുവാൻ ഒരുപാട് പേര് താല്പര്യം കാണിക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ ബാച്ച് ഇപ്പോൾ നടക്കുകയാണ്, അതിൻ്റെ ഒരു കോഴ്സ് നടക്കുകയാണ്. അപ്പോൾ അതിൽ പ്രായഭേദമന്യേ എല്ലാവരും ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ ഒരു മേഖലയിൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ, ശബ്ദത്തിൻ്റെ സാധ്യതകൾ അറിയാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എല്ലാവരും, എല്ലാ തരത്തിലുള്ള ആളുകളും ഈ കോഴ്സിലേക്ക് വരുന്നുണ്ട്. അതൊരു വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. എന്നാൽ പ്രത്യേകിച്ച് ഈ സർക്കാർ തലത്തിലുള്ള അത്തരത്തിലുള്ള കോഴ്സുകൾ വിരളമാണ്. മറ്റ് സാധ്യതകളൊക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സർക്കാർ തലത്തിൽ കേരള മീഡിയ അക്കാഡമിയാണ് ഇത്തരത്തിലൊരു കോഴ്സ് നടത്താൻ ഇനിഷ്യേറ്റീവ് എടുത്തത്. കേരള മീഡിയ അക്കാഡമിയിലെ ചെയർമാൻ ശ്രീ RS ബാബുവിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ് ഇത്തരം ഒരു കോഴ്സ് കൂടി നമുക്ക് വേണം എന്നുള്ളത്. അതിനുശേഷമാണ് ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. ഈ കോഴ്സിൽ പ്രധാനമായി സൗണ്ട് എഞ്ചിനീയറിംഗ് പൂർണ്ണമായി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ RJ ട്രെയിനിങ് ഉണ്ട്. അതുപോലെ ഡബ്ബിങ് പരിശീലിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോഡ്കാസ്റ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു 4-5 വിഷയങ്ങൾ കോർത്തിണക്കിയ ഒരു കോഴ്സാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരുന്ന ഒരു കുട്ടിക്ക് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് കൊണ്ട് ആ ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ളവരാണെങ്കിൽ ആ മേഖലയിൽ ജോലി സാധ്യതയുണ്ട്. ഡബ്ബിങ്ങിൻ്റെ സാധ്യതയുണ്ട്. ഡബ്ബിങ് മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു രീതിയിലുള്ള തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ അവർക്ക് പോകാനുള്ള സാധ്യത ഈ ഒരു കോഴ്സിലൂടെ, ഒറ്റ കോഴ്സിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കേരള മീഡിയ അക്കാഡമി ചെയർമാൻ RS ബാബു, സെക്രട്ടറി അരുൺ SS എന്നിവരുടെ പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും റേഡിയോ കേരളയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരുന്നു. റേഡിയോ കേരള, ലോക മലയാളികളുടെ കാതോരം. പോയ വാരം മലയാള പത്രങ്ങളിൽ ദൃശ്യമായ വാർത്താ ചിത്രങ്ങളെ B. ചന്ദ്രകുമാർ വിലയിരുത്തുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. പോയ വാരം മിക്ക മലയാള പത്രങ്ങളിലും നിറഞ്ഞു നിന്നത് വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ ശാസ്തമംഗലം കൗൺസിലർ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായ സംഭവങ്ങളാണ്. അതിൽ മനോരമയിൽ വന്ന ഫോട്ടോയിലാണ് യഥാർത്ഥ അവസ്ഥ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ഇടതുവശത്ത് കൗൺസിലറുടെ മുറിയും വലതുവശത്ത് MLAയുടെ മുറിയും, രണ്ടിൻ്റെയും നടുവിലായി റിസപ്ഷനും 180 ഡിഗ്രി ആംഗിളും കാണാൻ പറ്റുന്ന ഒരു ദൃശ്യം. അതുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ വസ്തുത വായനക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേ സമയം മറ്റു പത്രങ്ങളൊന്നും കാര്യമായി ശ്രദ്ധിക്കാതെ പോയ ഒരു കുടിയൊഴിപ്പിക്കലിൻ്റെ വാർത്തയും ചിത്രങ്ങളും ദേശാഭിമാനി പത്രത്തിൽ കണ്ടു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് 200 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച സംഭവമാണത്. അതിൽ ഫോട്ടോഗ്രാഫർ സുമേഷ് കോടിയത്ത് പകർത്തിയ ഒരു ചിത്രവും അതിൻ്റെ തലക്കെട്ടും ഹൃദയസ്പർശിയായി തോന്നി. നാദിയ ഇനി എന്ത് പഠിക്കും എന്നായിരുന്നു ആ തലക്കെട്ട്. അവൾ തലേ ദിവസം ഹോംവർക്ക് ചെയ്തു വെച്ചിരുന്ന നോട്ട്ബുക്കും പുസ്തകങ്ങളും എല്ലാം ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയ വീടിനൊപ്പം നഷ്ടപ്പെട്ടു. ലോകം ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ കർണാടകയിലെ 200 കുടുംബങ്ങൾ എവിടെ അന്തിയുറങ്ങുമെന്ന ആശങ്കയിലാണ്. അവരിൽ ഒരാളായ നാദിയ ഇനി എങ്ങനെ സ്കൂളിൽ പോകുമെന്ന വിഷമത്തിലാണ്. അതോടൊപ്പം ദേശാഭിമാനിയിൽ വന്ന മറ്റൊരു ചിത്രത്തെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്ന്
വായനക്കാർക്ക് ബോധ്യമാവും. വീടില്ലാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതി പ്രകാരം കേരള സർക്കാർ മുട്ടത്തറയിൽ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരുടെ ആദ്യ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ചിത്രമായിരുന്നു അത്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസം പദ്ധതിയിലെ 200ാമത്തെ വീടിൻ്റെ വാർപ്പ് നാളെ എന്ന വാർത്തയ്ക്കൊപ്പം വന്ന ഒരു ചിത്രവും ദേശാഭിമാനിയിൽ കണ്ടു. കേരളം എങ്ങനെയൊക്കെ വ്യത്യസ്തമാകുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചിത്രം മലയാള മനോരമയുടെ 1-ാം പേജിൽ കണ്ടു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സർക്കാർ ജില്ലാ ആശുപത്രിയായി എറണാകുളം ജനറൽ ആശുപത്രി ചരിത്രം കുറിച്ച വാർത്തയ്ക്കൊപ്പം വന്ന ചിത്രമായിരുന്നു അത്. നേപ്പാൾക്കാരി പെൺകുട്ടിക്ക് മാറ്റിവെക്കാൻ വേണ്ടി കൊല്ലംകാരനായ ഷിബുവിൻ്റെ ഹൃദയവുമായി പോകുന്ന ഡോക്ടർമാരുടെ ചിത്രമായിരുന്നു അത്. കേരളത്തിൻ്റെ ഹൃദയമേ മിടിക്കുക നേപ്പാളിൽ എന്നാണ് മനോരമ ആ വാർത്തയ്ക്ക് നൽകിയ തലക്കെട്ട്. എറണാകുളത്തെ സ്വകാര്യ സ്കൂൾ അങ്കണത്തിൽ ആനയെ കൊണ്ടുവന്നതും ആനപ്പുറത്ത് കുട്ടികൾ കയറി കളിക്കുന്നതുമായ ഒരു ഫോട്ടോ കേരള കൗമുദിയിൽ കണ്ടു. വാർത്ത എന്തു തന്നെ ആയാലും അത് കൈവിട്ട കളിയാണ്. കാരണം ആന എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. കല്ലറ ജംഗ്ഷനിൽ തെരുവ് നായ മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു ദൃശ്യം മനോരമയിൽ കണ്ടു. CCTV ക്യാമറയിൽ പതിഞ്ഞതാണ് ആ ദൃശ്യം. പുതിയ വർഷത്തിൽ ഇനി എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. എഴുത്ത് ജനകീയവും ലളിതവുമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിൽ അടിസ്ഥാന വ്യാകരണ തത്വങ്ങൾ അവഗണിക്കുന്ന പ്രവണത കൂടി വരുന്നു. ഇതേക്കുറിച്ചാണ് SD പ്രിൻസ് വാക്കിലെ ശരിയിൽ പറയുന്നത്. എഴുത്തിൻ്റെ ശൈലിയിലും രൂപത്തിലുമൊക്കെ മാറ്റം വരുന്നത് നാട്ടുനടപ്പാണ്. കുറേ കാലം എഴുതിയ കാര്യങ്ങൾ കുറച്ചു കഴിയുമ്പോൾ പഴഞ്ചനം തോന്നും, പുതിയ ശൈലികൾ വന്നുകൊണ്ടേയിരിക്കും. എന്ന് മാത്രമല്ല, പുതിയ എഴുത്തുകാർ വരുമ്പോൾ അവരുടേതായ ശൈലി പ്രചാരത്തിൽ വരും, പ്രാബല്യത്തിലും വരും. നമ്മുടെ മലയാള ഭാഷയിലും ഇത്തരം കുറേ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ വാക്യം തന്നെ, വ്യത്യാസങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാലും ഇന്ന് സ്വീകാര്യമാണ്. ശൈലി ആ രീതിയിൽ മാറിക്കഴിഞ്ഞു. ഇക്കാര്യം ഇവിടെ പറയാൻ വിശേഷിച്ചൊരു കാരണമുണ്ട്. അതായത്, ഇത്തരം ശൈലി മാറ്റമൊക്കെ വരുമ്പോൾ ഒരാശങ്ക കൂടി അതിനോടൊപ്പം കടന്നു വരുന്നുണ്ട്. ശൈലി മാറുമ്പോൾ സാമാന്യ വ്യാകരണ നിയമങ്ങളുമൊക്കെ മാറുമോ? എഴുത്തിൻ്റെ രീതി കൂടുതൽ ജനകീയമാകുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതോടൊപ്പം വ്യാകരണത്തിലെ രീതികൾ കൂടി മാറ്റിമറിച്ചാൽ ഒരുപക്ഷെ ആശയക്കുഴപ്പം ഉണ്ടായെന്നിരിക്കും. ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം ബഹുവചനത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒന്നിലേറെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണല്ലോ ഭാഷയിൽ ബഹുവചനം ഉപയോഗിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ബഹുവചനം വേണ്ട എന്നൊരു നിയമവുമുണ്ട്. സംഖ്യാവിശേഷണം ചേർന്നാൽ അചേതനമായ വസ്തുക്കൾക്ക് ബഹുവചനം വേണമെന്നില്ല എന്നൊരു ഭാഷാ നിയമം തന്നെയുണ്ട്. അതായത്, ഒരു സ്ഥലത്ത് 10 കല്ലുകളുണ്ടെന്നിരിക്കട്ടെ, 10 കല്ലുകളെന്ന് പറയേണ്ട 10 കല്ലെന്ന് പറഞ്ഞാൽ മതി. 4 ദിവസങ്ങൾ എന്നിപ്പോൾ പലരും പറയാറില്ല, പകരം 4 ദിവസം എന്നാണ് പറയുക. 4 വർഷം എന്നുമൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള ശൈലി വിപുലപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ ജീവനുള്ള, അതായത് ചേതനയുള്ള കാര്യങ്ങൾക്കും ബഹുവചനം വേണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. 4 ആളുകൾ എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ 4 ആളെന്നാണ് പറയുക. പോലീസുകാർ എന്ന് പറയാറില്ല, പോലീസ് എന്ന് പറയും. പട്ടാളക്കാർ ഇറങ്ങിയെന്നല്ല, പട്ടാളം ഇറങ്ങി എന്നാണ് പറയുക. ആനക്കൂട്ടം ഇറങ്ങിയാലും ആന ഇറങ്ങി എന്നാണ് പറയുന്നത്. തെരുവ് നായ്ക്കൾ ഒരാളെ കടിച്ചു കയറിയാലും തെരുവ് നായ ആക്രമണം എന്നാണ് മാധ്യമങ്ങൾ പലപ്പോഴും എഴുതുക. ഇതിൻ്റെയൊക്കെ ബലത്തിലാവാം കഴിഞ്ഞ ദിവസം SIR, അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ടു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നു കഴിഞ്ഞപ്പോൾ കുറേയേറെ പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു. ഇങ്ങനെ പുറത്തായവർ ഇനി ചേരുകയാണെങ്കിൽ അവർ കന്നി വോട്ടർമാരാകും എന്നുള്ള മട്ടിലൊരു വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു. ഒരു പത്രത്തിൽ കിടന്നത് അവർ ഇനി കന്നി വോട്ടർ എന്നാണ്. അവർ എന്നത് ബഹുവചനമാണ്, കന്നി വോട്ടർ എന്നത് ബഹുവചനമല്ല. പറഞ്ഞു വരുമ്പോൾ അവർ ഇനി കന്നി വോട്ടർമാർ എന്നാണ് പറയേണ്ടത്. ഇത് വെറുതെ തെറ്റിയതാകുമ്പോൾ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പഴയ ദിവസ പത്രങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇതേ ശൈലി 3-4 ദിവസമായി കൊണ്ടുവരുന്നുണ്ട്. ഒരു ദിവസം ഇതേ പത്രത്തിൽ കിടക്കുന്നു, ദുരൂഹ വോട്ടർ 6.5 ലക്ഷം എന്ന്. ദുരൂഹ വോട്ടർമാർ എന്നാണ് വരേണ്ടത്, പക്ഷെ അവിടെ വോട്ടർ എന്ന് അങ്ങ് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അവിടെ വേണമെങ്കിൽ ദുരൂഹ വോട്ട് 6.5 ലക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു.
പക്ഷേ വോട്ടർമാർ എന്ന ജീവനുള്ള ചേതസ്സുള്ള ആളുകൾ ഉള്ളപ്പോൾ അത് വോട്ടർമാർ എന്ന് തന്നെ പറയുന്നതാകും ബുദ്ധി. ഇനി ഒരുപക്ഷെ ശൈലി മാറ്റിക്കൊണ്ട് വോട്ടർമാർ എന്നതിന് പകരം വോട്ടർ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വോട്ടർ എന്നാൽ ജീവനുള്ള ഒരു സംഭവമാണ്. ഈ ജീവനുണ്ടെങ്കിലേ വോട്ടുള്ളൂ. അതുകൊണ്ട് ബഹുജനം വേണ്ടിടത്ത് ബഹുവചനം ഉണ്ടാവുന്നതല്ലേ നല്ലത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിൻ്റെ ഫലവുമൊക്കെ പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ വന്നത് സ്വാഭാവികം മാത്രമാണ്. ഈ വാർത്തകൾക്കിടയിൽ രസകരമായ പലതും കാണാൻ കഴിഞ്ഞു. ചില പത്രങ്ങൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് നൽകിയ പേര് തന്നെ രസകരമായിരുന്നു. നാട്ടിലോട്ട് എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത്. നാട്ടംഗം എന്ന് മറ്റൊരു പത്രത്തിൽ കണ്ടിരുന്നു. തദ്ദേശാടനം എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. തദ്ദേശമെന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം UDFന് അനുകൂലമായി വന്നപ്പോൾ വാർത്തകളുടെ ശീർഷകങ്ങൾ വേറൊരു രീതിയിലായിരുന്നു. UDFന് മുൻതൂക്കം എന്ന് ദേശാഭിമാനിയിൽ കണ്ടിരുന്നു. മറ്റൊരു പത്രത്തിൽ കണ്ടത് ഐക്യം പൊന്നായി എന്നാണ്. മിന്നിച്ച് UDF, കളം കയ്യിൽ എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു. ഭരണവിരുദ്ധ കൊടുങ്കാറ്റ് എന്ന് ഒരു പത്രം 1-ാം പേജിൽ എഴുതിയിരുന്നു. ഐക്യ തരംഗം എന്ന് എഴുതിയവരുണ്ട്. അതിനിടെ മറ്റൊരു പത്രത്തിൽ വന്നത് തലസ്ഥാനത്ത് താമരമുദ്ര വിരിയുമെന്നുള്ളതാണ്. എന്നിട്ട് ആ വാർത്തയുടെ താഴെ ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. അതായത് തലസ്ഥാനത്ത് കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റുകൾ നേടിയ കക്ഷി പറഞ്ഞിരുന്ന അവരുടെ നോട്ടീസിലുള്ള ഒരു വരിയാണ്. ഇനി മാറാത്തത് മാറും എന്നാണ് പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കണ്ടപ്പോഴൊരു സംശയം, ഇങ്ങനെയാണോ ആ കക്ഷി പറഞ്ഞത്? അവർ പറഞ്ഞത് മാറാത്തത് ഇനി മാറും എന്നായിരുന്നു. തുറന്നങ്ങ് പറയട്ടെ, കുറെ കൂടി നല്ല മലയാളവും ആ പാർട്ടി എഴുതിയതാണ്. അത് നോക്കി എഴുതിയപ്പോൾ തിരിഞ്ഞു പോയതാണ് പത്രത്തിൽ വന്ന പ്രശ്നം. ഇനി മാറാത്തത് മാറും എന്നതിന് പകരം ഇനിയും മാറാത്തത് മാറുമെന്നോ ഇനി മാറാത്തതും മാറുമെന്നോ ഒക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് ശരിയായ ഒരു രീതിയായി തോന്നിയില്ല. പകർത്തി എഴുതിയപ്പോൾ പാളിപ്പോയതാവാം. UDFന്റെ വിജയം കണക്കിലെടുത്ത് ഒരു പത്രം മൊത്തത്തിൽ ശീർഷകങ്ങളിലൊക്കെ ആ ചിഹ്നം അങ്ങ് ചേർത്തു, കൈ എന്നൊരു ചിഹ്നം. 1-ാം പേജിൽ തന്നെ കൈക്കുമ്പിളിൽ എന്നാണ് എഴുതിയിരുന്നത്. അവിടെ തീരുന്നില്ല. അകത്തോട്ടുള്ള ഓരോ വാർത്തയിലും കൈ ഇങ്ങനെ വീശിക്കൊണ്ടേയിരുന്നു. കൈകോർത്ത് വലത്തോട്ട് എന്നൊരിടത്ത്, വയനാട് കൈയടക്കി എന്ന് ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. ഈ കൈ അടക്കി എന്നതിനേക്കാൾ സാധാരണമായിട്ട് എഴുതുന്നത് കൈ അടക്കി എന്ന് ഇരട്ടിപ്പിച്ചുകൊണ്ടാണ്. കൈ പിടിച്ച് തൃശ്ശൂർ എന്ന് ഒരു സ്ഥലത്ത് കാണുന്നു, കൈ അടിച്ച് എറണാകുളം എന്നും കാണുന്നു. മറ്റൊരു പത്രത്തിൽ കൈയൊപ്പ് എന്നാണ് UDF വിജയത്തെ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ ചിഹ്നത്തിൽ പിടിച്ച് സകല ശീർഷകവും ചമയ്ക്കുമ്പോൾ ഒരു സൗകര്യമുണ്ട്, അത് എളുപ്പമുണ്ട് കാര്യങ്ങൾ നടത്താനായിട്ട്. എളുപ്പമുള്ള പണിക്കാണ് നമ്മൾ കൈയടക്കം എന്ന് പറയുന്നത്, അതായത് കയ്യിൽ ഒതുങ്ങുന്ന കാര്യം എന്നത്. പുതുവർഷത്തിലെ പത്രവായനയും പത്രം എഴുത്തുമൊക്കെ കയ്യിൽ ഒതുങ്ങാവുന്നത്ര എളുപ്പമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതുവർഷാശംസകൾ. മാധ്യമജാലകത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.